ഹലോ വെൽക്കം ടു വിസ്ക് ആൻഡ് വേവ്. ഇന്ന് നമ്മൾ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നല്ല കേട്ടോ. എനിക്കൊരു 2 വർഷം മുമ്പ് ഒരു സ്മോൾ ബിസിനസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ റീസെല്ലേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ റീസെല്ലിങ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. കാരണം എനിക്ക് ഒരു മാഗ്നിഫിക്ക കളക്ഷൻസ് എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കിൻ്റെ ഒരു സ്റ്റോറാണ്, ഓൺലൈൻ സ്റ്റോറാണ്. നമ്മളിതിൽ റണ്ണിങ് മെറ്റീരിയൽസാണ് വിറ്റുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും റീസെല്ലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ആളുകൾ എൻ്റെ അടുത്ത് റീസെല്ലിങ് ചെയ്യാൻ തരുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിതിനെ പറ്റി വലിയ ധാരണ ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും റേറ്റ് കുറവിലാണ് റീസെല്ലർക്ക് കൊടുക്കുക. റീസെല്ലർ അവരുടെ കസ്റ്റമർക്ക് ഒരു എമൗണ്ട് കൂട്ടിയിട്ടിട്ട് അവർക്ക് വിൽക്കുന്നു. എന്നിട്ട് എനിക്ക് അയക്കുമ്പോൾ ഞാൻ പറഞ്ഞ എമൗണ്ട് മാത്രം അയച്ചാൽ മതി. അപ്പോൾ റീസെല്ലർ കൂട്ടിയിട്ട എമൗണ്ടാണ് അവരുടെ ലാഭം. അത് കഴിഞ്ഞിട്ട് കസ്റ്റമറുടെ അഡ്രസ്സ് അയച്ചു തരുന്നു, നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വളരെ നന്നായിട്ട് പോയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനും അങ്ങനെ റീസെല്ലിങ് ചെയ്യാം. അതായത് അവർ കൂടുതൽ പ്രോഡക്റ്റ്സ് നമ്മളടുത്ത് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് കൂടുതൽ ബൾക്കായിട്ടൊന്നും എടുക്കാനൊന്നും അപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല. വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ സ്ഥലപരിമിതിയുണ്ട്. രണ്ടാമത് ഇത്രയും ബൾക്കായിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ പോകുമെന്നുള്ള ടെൻഷൻ. പിന്നെ ഇതിൻ്റെ ഓണറും പണിക്കാരും എല്ലാം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് റീസെല്ലിങ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കണ്ടൻറ്റുകൾ നമുക്ക് വരും. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് വന്നു ഇങ്ങനെ റീസെല്ലിങ് ചെയ്യാനുള്ളത്. ആക്ച്വലി നമുക്ക് പേടിയുള്ളൊരു മേഖല തന്നെയാണ് ഈ റീസെല്ലിങ്. നമുക്കറിയാത്ത ഒരാളുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഒരു ഉറപ്പുമില്ല നമുക്ക് അവർ സാധനം അയച്ചു തരുമോ ഇല്ലയോ എന്നുള്ളത്. അതെല്ലാം ഈ ഒരു റീസെല്ലിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ റീസെല്ലിങ് ചെയ്യുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഫേക്കും അല്ല, എന്നാൽ എല്ലാവരും എന്താ പറയുക ഒറിജിനലും അല്ല. അത് ആദ്യം മനസ്സിലാക്കണം. പക്ഷെ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആര് നമ്മളെ ഹെൽപ്പ് ചെയ്യും, ആര് നമ്മളെ ചീറ്റ് ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു പേഴ്സണൽ മൊബൈൽ നമ്പറിൽ നിന്ന് ഈ ഒരു ബിസിനസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിനായിട്ടൊരു സെപ്പറേറ്റ് ബിസിനസ് നമ്പർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ബിസിനസ് വാട്സപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതുപോലത്തെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സെർച്ച് ചെയ്താൽ FBയിലായിക്കോട്ടെ, ഇൻസ്റ്റയിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, പിന്നീട് നമുക്ക് കമ്പനീസിൽ നിന്നൊക്കെ കോൾ വരും. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യ മാർട്ട് പോലെയുള്ള സൈറ്റുകളിലൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതൊന്നും നമുക്കിങ്ങനെ കമ്പനീസിൻ്റെ കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ നമ്മൾ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാത്തിലും അങ്ങനെ നമുക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ പേഴ്സണൽ നമ്പർ യൂസ് ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് തോന്നുമ്പോൾ ദൂരെയുള്ള സ്ഥലങ്ങളിലുള്ളവർ നമ്മളെ ചതിക്കുമായിരിക്കും. നമുക്ക് അറിയാത്ത ഭാഷ, നമുക്കറിയാത്ത നാട്ടുകാർ. പക്ഷെ നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ളവർ അങ്ങനെ ചതിക്കില്ല എന്ന്. അപ്പോൾ അതിനുള്ള ഒരു എക്സാമ്പിളും എനിക്ക് പറ്റിയ അബദ്ധമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഇതിവിടെ വളരെ റീസെൻ്റായിട്ട് സംഭവിച്ച ഒരു 6 മാസമൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ റീസെല്ലിങ് ചെയ്യുന്ന സ്ഥിരമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഒരു റീസെല്ലറുണ്ട്. അപ്പോൾ അവർ മുഖേന എനിക്ക് വന്ന ഒരു ഓർഡറായിരുന്നു. അപ്പം ഞാൻ അതിന് മുമ്പ് ഈ എറണാകുളത്തുള്ള ഈ ഒരു ഷോപ്പ്, നിങ്ങൾ വേണമെങ്കിൽ ഷോപ്പും അവരുടെ നെയിമും അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം തന്നെ തരാം കേട്ടോ. പിന്നെ ഈ യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോയിൽ നിന്നാണ്, അവരുടെ വീഡിയോ അല്ല, വേറൊരാൾ അവരുടെ കടയിൽ പോയിട്ട് ഷോപ്പും അവരുടെ എന്താ പറയുക മാനുഫാക്ചറിങ് യൂണിറ്റും കാണിച്ചിട്ടുള്ള ഒരു ചേച്ചിയുടെ വീഡിയോ ഉണ്ട്. ഹോൾസെയിൽ ഷോപ്പൊക്കെ ചെയ്യുന്ന ഒരു ചേച്ചിയുടെ വീഡിയോ ഉണ്ട്. അത് കണ്ടിട്ടാണ് നമുക്ക് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ കിട്ടുന്നത്. നമ്മൾ കണക്ട് ചെയ്തപ്പോൾ അവർ വളരെ മാന്യമായിട്ട് സംസാരിച്ചു, പ്രോഡക്റ്റ്സൊക്കെ അയച്ചു തന്നു. നമ്മളത് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുത്തു. അവരത് വാങ്ങി. 2 പ്രോഡക്റ്റോളം നമ്മളുടെ കയ്യിൽ നിന്ന് ഓൾറെഡി നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു, എന്നിട്ട് വാങ്ങി. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് എത്തി. പ്രൊഡക്റ്റ്സ് ഒന്നും കുഴപ്പമില്ല, നല്ല പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ഓർഡർ എടുക്കും അല്ലേ. അപ്പോൾ അടുത്ത 2 ഓർഡർ ഒരുമിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരേ ആൾക്ക് തന്നെയായിരുന്നു. അപ്പോൾ അത് 1000 സംതിങ് രൂപയായിരുന്നു അതിന് ഞാൻ പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡേ അവരോട് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് ചോദിച്ചു. DTDC അല്ലെങ്കിൽ പോസ്റ്റൽ വഴിയാണ്. അപ്പോൾ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് നമ്മളുടെ അടുത്ത് തരാറുണ്ട് അവർ. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ തരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു നാളെ തരാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. വീണ്ടും നമ്മൾ കുറേ ദിവസം ഇതിൻ്റെ പുറകെ ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ അവരുടെ 2-3 നമ്പേഴ്സ് ഉണ്ട്, അതിലൊക്കെ മെസ്സേജ് അയച്ചു, റിപ്ലൈ ഇല്ല, വിളിച്ചു. അപ്പോൾ ഒരു തവണയായിട്ട് എടുത്തു. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളല്ല ഇത് കൊറിയർ ചെയ്തത്, വേറൊരു ബോയാണ്, അവൻ ആ പേപ്പർ തന്നിട്ടില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. വീണ്ടും നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്നു. പിന്നെ അവർ ഏത് നമ്പറിലും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഏത് വാട്സപ്പിലും നമുക്ക് റിപ്ലൈ ചെയ്യുന്നില്ല.
അപ്പോൾ ഏകദേശം മനസ്സിലായി. അതിനുശേഷം നമ്മൾ എറണാകുളത്തായതുകൊണ്ട് അവിടെ ഒരാളെ ഏൽപ്പിച്ചു നമ്മൾ പോയി നോക്കാൻ. അങ്ങനെ പോയി നോക്കിയപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് അവർ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് ഫേക്ക് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ. അതേപോലെ നമ്മളുടെ ബാങ്കിൽ അവരുടെ ജിപേ അയച്ച ആ ഒരു ഇത് വെച്ചിട്ട് നോക്കിയപ്പോൾ അവരുടെ തറവാട്ട് അഡ്രസ്സ് എങ്ങാണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ പണി നമുക്ക് എവിടെ നിന്നാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതാണ് ഒന്നാമത്തെ പണി കിട്ടിയത്. അതിന് മുമ്പ് എനിക്ക് ഇതിനേക്കാൾ വലിയ എമൗണ്ട് ഒരു പണി കിട്ടിയിട്ടുണ്ട്. അതും ഇതേമാതിരി നമ്മളുടെ ദൂരത്തു നിന്നുള്ളൊരു കുട്ടിയാണ്, പക്ഷെ മലയാളി കുട്ടിയാണ്. ആ കുട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പാലക്കാടാണ് എൻ്റെ വീട്. അപ്പോൾ പാലക്കാട് ജില്ലയിലുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു. നെന്മാറ സ്വദേശിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സംസാരിച്ചു. 2 വയസ്സായ ഒരു മോളുണ്ട്. അപ്പോൾ അവരവിടെ സെറ്റിൽഡാണ്, പുറത്ത് സെറ്റിൽഡാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റീസെല്ലിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞു. എന്നാലും എനിക്ക് പേടിയുണ്ട് കേട്ടോ. ഓരോ തവണ നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴും പേടിയുണ്ട്. ആദ്യം ഒരു സിംഗിൾ ഓർഡർ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. അങ്ങനെ കൊടുത്തു. 4-5 ഓർഡർ എനിക്ക് കറക്റ്റായിട്ട് റിസീവ് ചെയ്തു. അപ്പോൾ ധൈര്യമായിട്ട് നമ്മൾ അടുത്ത ഓർഡർ കൊടുക്കണം. അപ്പോൾ ഓർഡർ കൊടുക്കുമ്പോൾ അത് കുറച്ച് 7 ഓർഡർ ഉണ്ടായിരുന്നു. അതായത് 3 ഒരാൾക്ക്, വേറൊരു 3 ഒരാൾക്ക്, പിന്നെ ഒരാൾക്ക് ഒന്നും. അങ്ങനെ 7 ഓർഡർ ഒരുമിച്ച് കൊടുത്തു. അപ്പോൾ ഓക്കെ പറഞ്ഞു. നമ്മൾ ക്യാഷ് ഇട്ട് കൊടുത്തു. ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയച്ചു തരണില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ് മോൾ, അതുകൊണ്ടാണ് എനിക്ക് 2 ദിവസം സമയം തരണം പറഞ്ഞു. അപ്പോൾ ആ മോൾക്ക് ചെവിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നിട്ട് ഏതൊരു ബ്ലേഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു പിക്ക് നമുക്ക് ഇട്ടന്നു ഗ്രൂപ്പിൽ. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ 2 ദിവസം നിന്നു. നമുക്കങ്ങനെയാണല്ലോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ അയ്യോ പാവമാണ്. എന്നിട്ട് നമ്മളത് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, പിന്നെ റെസ്പോൺസ് ഇല്ലാണ്ടായി. എന്നിട്ട് അവൾ പറഞ്ഞു അവളെ ആരോ ചതിച്ചതാണെന്ന് പറഞ്ഞു. കമ്പനിക്കാർ ആരോ ചതിച്ചതാണെന്ന് പറഞ്ഞു. മൊത്തത്തിൽ എന്തായി, മുട്ടൻ പണി കിട്ടിയെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ എമൗണ്ട് ഞാൻ പറയുന്നില്ല, കാരണം എന്താ പറയുക, കുറേ പേർക്ക് അത് അറിയില്ല. അതുകൊണ്ടാണ് എൻ്റെ കുറേ പേർക്ക് ഇത് അറിയില്ല. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാമല്ലോ. 7 ഡ്രസ്സ്, അത്യാവശ്യം റേറ്റുള്ള 7 ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. എൻ്റെ കസ്റ്റമേഴ്സിനെ ഞാനിതുപോലെ ചീറ്റ് ചെയ്യാത്തത് കൊണ്ട് അവർക്കെല്ലാം ഞാനത് തിരിച്ച് ഇട്ട് കൊടുക്കേണ്ടി വന്നു. ഓക്കെ. അവരെനിക്ക് അവരുടെ ഇങ്ങനെ റീസൺസ് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ റീസൺ ഇല്ല, കാരണം ഞാനാണ് അതിന് റെസ്പോൺസിബിൾ. അപ്പോൾ അതാണ് അടുത്ത പോയിൻ്റ് റീസെല്ലിങ് ചെയ്യുന്നവർ ആലോചിക്കേണ്ടത്. അതായത് നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ നിങ്ങളെ ചതിച്ചാലും കസ്റ്റമർക്ക് നിങ്ങളാണ് കൊടുക്കേണ്ട പ്രൊഡക്റ്റ്. അപ്പോൾ അതിന് നിങ്ങൾ മാത്രമായിരിക്കും റെസ്പോൺസിബിൾ. അപ്പം നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുക്കണം. അത് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്യാഷ് കൊടുക്കേണ്ടി വരും. അതാണ് അടുത്ത പോയിൻ്റ്. ഓക്കെ. പിന്നെ നമ്മൾക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പ്രോഡക്റ്റ് എടുത്തിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്കറിയാം അതിൻ്റെ ക്വാളിറ്റി, നമുക്കറിയാം അത് ഡാമേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് നോക്കിയിട്ട് കൊടുക്കാം. ഓക്കെ. പിന്നെ നമുക്ക് ഡാമേജ് വരിക കൊറിയർ ടൈമിലാണ്. അവരെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയണ സമയത്തൊക്കെയാണ് നമുക്ക് ഒരു ഡാമേജ് വരാനുള്ള ചാൻസ്. അത് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് പ്രോഡക്റ്റിൻ്റെ ഡാമേജ് ആണോ അല്ലെങ്കിൽ കവറിലൊക്കെ വരുന്ന ഡാമേജ് ആണോ എന്നുള്ളത്. അതൊക്കെ പാക്കിംഗ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ആ ഒരു പ്രശ്നം അധികമൊന്നും വരാറില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രോഡക്റ്റ് എടുത്ത് വീട്ടിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ വഴി എങ്ങനെയാണ് അത് പ്രൊമോട്ട് ചെയ്യുക, യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി വാട്സപ്പ് മെസ്സേജസിൽ വരാറുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ റെഡിയാണ്. പക്ഷെ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആരും അത് കാണാറില്ല എന്നുള്ളതാണ് വേറെ വിഷയം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. അപ്പം കുറേ ലേഡീസ് ഉണ്ടാവും ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്ത് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുന്നവർ, അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവണ്ടേ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. അപ്പോൾ താങ്ക് യു, ബൈ.